ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. യാമിനിയും ഋതികയും രാജുവും ഒക്കെ രോഹൻ്റെ പിറന്നാളാഘോഷത്തിന് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ അംബികയും മകനും വരുന്നുണ്ട്. അംബിക ചോദിക്കുക, രാവിലെ തന്നെ എല്ലാവരും അണിഞ്ഞൊരുങ്ങി അങ്ങ് ഇറങ്ങിയോ? അമ്മായിക്ക് തിരിച്ചൊന്ന് കൊടുക്കണമെന്ന് കരുതിയിട്ട് തന്നെ ഋതിക പറയാ, അല്ല അമ്മായി നന്നായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രതാപൻ വന്നിട്ട് രാജുവിനോട് ചോദിക്കുന്നു, രാജു കാർ റെഡിയാണോ? വാ നമുക്ക് എല്ലാവർക്കും പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുവാണ്. രോഹൻ്റെ വീട്ടിലാണെങ്കിൽ പിറന്നാൾ പൊടി പൊടിക്കാനുള്ള രീതിയാണ്, ഭയങ്കര ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പാണ്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുക, എടാ നിൻ്റെ പെണ്ണിങ്ങോട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങ് നല്ലതുപോലെ ഒരുങ്ങി. എൻ്റെ പെണ്ണ് വരുന്നതിന് നിങ്ങളെന്തിനാടാ ഒരുങ്ങുന്നത്? എടാ ഞങ്ങളൊക്കെ ഒരുങ്ങി നിന്നാലല്ലേ നിനക്കൊരു വിലയുള്ളൂ, ഞങ്ങൾ നിൻ്റെ ഫ്രണ്ട്സല്ലേ. അവരെ കാണുന്നില്ലല്ലോടാ, നിൻ്റെ പെണ്ണിനെ കാണാൻ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുക. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവരിപ്പോൾ എത്തും. ആരൊക്കെ വരുന്നുണ്ടാ അവിടുന്ന്? വർമ്മയെങ്കിലും ഋതികയും, പിന്നെ അവിടുത്തെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഒരാൾ വരുന്നുണ്ട്, രാജു. അവനിങ്ങോട്ടൊന്ന് വരട്ടടാ രോഹനെ, അവനെ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. അവനെ ഞങ്ങൾക്ക് പറ്റിയ ഇരയാണോന്നൊന്ന് നോക്കണം. ഏയ് അല്ലടാ, അവൻ നിങ്ങൾക്ക് പറ്റിയ ഇരയൊന്നും അല്ല. പിന്നെ മറ്റവനും വരുന്നുണ്ട്, ആ ദീപക്ക്. അവനായിരുന്നു ഋതികയെ കെട്ടാനിരുന്നത്. ഈ രാജു പ്ലാൻ ചെയ്തിട്ടാ ദീപക്കിനെ വേലക്കാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. എടാ അളിയ, ഉർവശി ശാപ ഉപകാരമെന്ന് നീ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാ ഇവിടെ നടന്നത്. അതായത് രാജുവിൻ്റെ റൂട്ട് തെളിക്കാൻ വേണ്ടിയിട്ട് അവൻ പാര വെച്ച് വേലക്കാരിയെ കൊണ്ട് അവനെ കെട്ടിച്ച്. പക്ഷെ സത്യത്തിൽ അതുകൊണ്ട് ഫലമുണ്ടായതാർക്കാ? നിനക്ക് തന്നെ. അവൻ്റെ റൂട്ടൊട്ട് ക്ലിയർ ആയതുമില്ല, നിന്റെ തലവരെ തെളിയുകയും ചെയ്തു. എന്തായാലുവേ ആ കൃത്യസമയത്ത് തന്നെ നീ അവളെ കയറി കൊത്തിയല്ലോ. എടാ കലക്കിയടാ അളിയ. അപ്പോഴേക്കും രോഹൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് ചോദിക്കുന്നു, എടാ അവരിങ്ങ് എത്തിയില്ലേ? അവരിപ്പോഴേ എത്തുവച്ചാ, എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പ്രതാപവർമ്മയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാം അതിൽ നിന്ന് ഇറങ്ങി ആഘോഷത്തിന് വരുവാണ്. രോഹൻ്റെ അച്ഛനും അമ്മയും രോഹനും എല്ലാം വന്ന് അവരെ സ്വീകരിക്കുന്നുണ്ട്. രോഹൻ്റെ അമ്മ പറയുക, മോളിങ്ങോട്ടൊന്ന് വന്നേ, മോളെ എല്ലാവരും അവിടെ കാത്തിരിക്കുക. അവരൊക്കെ ഇനി മോളെ കാണാനുള്ളതല്ലയോ, അവരെയൊക്കെ മോള് പരിചയപ്പെടണ്ടായോ, മോള് വാ എന്നും പറഞ്ഞ് ഋതിയെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോവാണ് രോഹൻ്റെ അമ്മ. രാജുവിടെ പുറത്തു തന്നെ നിൽക്കുവാണ്. അത് കണ്ടിട്ട് രോഹൻ ചോദിക്കുന്നു, അല്ല രാജു എന്താ അകത്തോട്ട് വരാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്താ ഇനി പ്രത്യേകിച്ച് ക്ഷണിക്കാത്തത് കൊണ്ടാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല സാറേ, ഞാൻ അകത്തോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അല്ലല്ലോ രാജു, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അകത്തോട്ടൊക്കെ ഒന്ന് വരാതെ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നത് അത് ഞങ്ങൾക്കല്ലേ കുറച്ചിൽ? രോഹൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ ചോദിക്കുന്നു, അപ്പോൾ ഇതാണ് രാജു അല്ലേ? അങ്ങനെ അവന്മാർ രാജുവിന് ഷേക്കാൻ്റെയൊക്കെ കൊടുത്തിട്ട് സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാജുവിനെ വിളിച്ചുകൊണ്ട് രോഹൻ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ രോഹൻ്റെ അമ്മ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലൊക്കെ പരിചയപ്പെടുത്തുവാണ് ഋതിക. ഇതാണ് ഞങ്ങളുടെ രോഹൻ്റെ പെണ്ണ്, എൻ്റെ മരുമകൾ സുന്ദരിയല്ലേ, പിന്നല്ലാതെ രോഹന് ചേരുന്ന പെണ്ണ് തന്നെ. അങ്ങനെ പലവിധമായ കമൻസുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മോള് വാ മുകളിലോട്ട് പോകാം എന്നിങ്ങനെ പറയുമ്പോൾ ഋതിക പറയാ, വേണ്ട ആൻറ്റി, ഞാനിവിടെ നിന്നോളാം. അപ്പോൾ രോഹൻ്റെ അമ്മ അംബികയും കൊണ്ട് വീടൊക്കെ ചുറ്റി കാണിക്കാനായിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അവിടുത്തെ ഈ ആഘോഷം, അവരുടെ ഈ പെരുമാറ്റ രീതിയൊക്കെ ഋതികയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഋതിക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് രാജു അങ്ങോട്ട് ചെല്ലുന്നത്. രാജുവിനെ കണ്ടതും ഋതികയ്ക്ക് അങ്ങ് സന്തോഷമായി. അവരിങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി അവിടെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് രോഹൻ്റെ അച്ഛൻ സാഗരാജൻ കാണുന്നുണ്ട്. ഈ നോട്ടം അത്ര പന്തിയല്ലല്ലോ എന്ന് മനസ്സിലായിക്കൊണ്ട് രോഹൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് രാജുവിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. മോൻ്റെ നിപ്പും നോട്ടമൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് തോന്നുന്നത് മോൻ ഞങ്ങളെ അന്യരായിട്ടാണ് കാണുന്നതെന്ന്. മോൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അയാൾ രോഹനെയും കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ഋതികയ്ക്കൊരു പേടി. എന്തായിരിക്കും രോഹൻ്റെ അച്ഛന് രാജുവിനോട് തനിച്ച് സംസാരിക്കാനുള്ളത്? രാജുവിനെ വിളിച്ച് തനിയെ മാറ്റി നിർത്തിക്കൊണ്ട് സാഗരാജൻ ചോദിക്കുക, പിന്നെ എന്തൊക്കെയുണ്ട് രാജു വിശേഷം? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലയോ? രാജുവിന് അച്ഛനും അമ്മയും 2 സഹോദരിമാരും ഒക്കെ ഉള്ളതല്ലയോ? അതെ സാറേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. വർമ്മയുടെ പിയായിട്ട് ജോലി ചെയ്യുന്നതിന് കൂലിയായിട്ട് രാജുവിന് എത്ര കിട്ടും? സാർ എനിക്ക് ആവശ്യത്തിനുള്ള ശമ്പളം തരുന്നുണ്ട്, അതായത് ഒരു 10-45,000 രൂപയോളം തരുന്നുണ്ട്. അയ്യോ രാജു, വളരെ ദാരിദ്ര്യമുള്ളൊരു കുടുംബത്തിനെ കഴിഞ്ഞു പോകാൻ ആ തുകയൊക്കെ വളരെ ധാരാളമാണ്, അതൊക്കെ എനിക്കറിയാം. ഇയാൾ തന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ എന്ന് രാജുവിന് മനസ്സിലായി. പക്ഷേ ഈ കിട്ടുന്ന കൊണ്ടൊക്കെ വല്ലതും ആവുമോ രാജു? സ്വന്തമായിട്ടൊരു സേവിങ്സ് ഒക്കെ വേണ്ടേ? സ്വന്തമായിട്ടൊരു വീടുമൊക്കെ വെക്കണ്ടേ? മറ്റാരും അറിയണ്ട, നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞാൽ മതി. ഞാനൊരു കാര്യം പറയാം രാജുവിനോട്, ഞാൻ നിനക്കൊരു നല്ല ജോലി വാങ്ങിത്തരാം. നീ ആ PA പണിക്കകത്തുനിന്ന് അങ്ങ് മാറിക്കോ. എൻ്റെ ഒരു സുഹൃത്തെ ഇവിടെ അടുത്തേ ഒരു ബാറ് നടത്തുന്നുണ്ട്, നിന്നെ ഞാൻ അതിൻ്റെ മാനേജരാക്കാം അവിടെ.
മാസം 10,75,000 രൂപ ശമ്പളം, പിന്നെ കിമ്പളം, പിന്നെ കമ്മീഷൻ. എന്ത് പറയുന്നു രാജു? വേണമെങ്കിലേ നിനക്ക് 2 അടിക്കുകയും ചെയ്യാം. സകല ദേഷ്യവും ഉള്ളിൽ ഒതുക്കി നിയന്ത്രണം വിടാതെ രാജു പറയുക, വേണ്ട സാറേ, എനിക്ക് വർമ്മ സാറിൻ്റെ കൂടെയുള്ള PA ജോലി മാത്രം മതി. വർഷങ്ങൾ ഒരുപാടായി ഞാൻ സാറിൻ്റെ കൂടെ കൂടിയിട്ടേ സാറ് തരുന്ന ശമ്പളം തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളമാണ്. അതുകൊണ്ടേ സാറിൻ്റെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി എന്നിങ്ങനെ രാജു കൈയെടുത്ത് തൊഴുതു പറയുന്നുണ്ട്. മോനവിടെ നിന്ന് നിന്നേ. എന്താ സാറേ, മതിയാക്കടാ നിന്റെ ഈ സാറേ സാറേ എന്നുള്ള വിളി. നീ ഈ സാറേ സാറേ എന്ന് വിളിക്കുമ്പോഴേ നിന്റെ മനസ്സിലിരിപ്പേ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. സാഗരാജനും മോനുമേ വെറും ഉണ്ണാക്കന്മാരാണെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിലേ നിനക്ക് തെറ്റിയടാ. നീ എന്തുവാടാ വർമ്മയുടെ മോടെ കണ്ണിൽ നോക്കി കഥകളി കളിക്കുന്നു? ഈ സമയം ഋതിക അവിടെ വന്ന് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ഇവരുടെ സംഭാഷണമൊക്കെ. നീയും ആ പെണ്ണുമായിട്ടുള്ള സകല ചുറ്റിക്കളികളുമേ ഞങ്ങൾ അറിഞ്ഞതാ. എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട പെണ്ണാണവള്. നിർത്തിക്കോണം നീ. വർമ്മയുടെ വീട്ടിലെ കൂലിപ്പണിയും വർമ്മയുടെ മോടെ പുറയിനുള്ള പ്രേമവും ഇന്ന് ഇവിടെ വച്ച് നീ നിർത്തിക്കോണം. അല്ലെങ്കിലേ നിന്നെ കൊത്തിയരിഞ്ഞ് കായലിൽ താക്കും ഞാൻ. മനസ്സിലായോടാ എന്നും പറഞ്ഞ് രാജുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ കയറി കുത്തിപ്പിടിക്കുവാണ്. സാറേ കൈയെടുക്ക് സാറേ. സാറേ കൈയെടുക്കാനാ പറഞ്ഞത്. രാജു ഒരു ചെറിയ കലിപ്പീര് ഭാവത്തിൽ പറയുക, സാറിപ്പോൾ എന്നോട് സംസാരിച്ച രീതിയെ അത് തീരെ ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല സാറെന്നേ എനിക്കിപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ സാർ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുമല്ല ഞാനും. സമ്പത്തിനും പെണ്ണിനും വേണ്ടി സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കുന്നവനല്ല ഞാൻ. അങ്ങനെയല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. പുറമേ ഒരു സംസാരമോ ഉള്ളിൽ മറ്റൊരു വൃത്തികെട്ട ചിന്തയും കൊണ്ട് നടക്കുന്ന സാറിനെ പോലെ വലിയ മനസ്സുള്ള ആൾക്കാർക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ മനസ്സേ മനസ്സിലാകത്തില്ല. ഇത്രയും കടുത്ത വാക്കുകൾ സമ്പത്ത് കൊണ്ട് വലിയവനായ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാമ്പത്തികം ഒന്നുകൊണ്ട് മാത്രം വലിയവൻ, പ്രവൃത്തി കൊണ്ടും ഗുണം കൊണ്ടുമേ വലിയവനാകാൻ നോക്ക് സാറേ. ഇതൊക്കെ കണ്ടോണ്ടവിടെ മറഞ്ഞു നിന്ന ഋതിക മനസ്സിൽ പറയുക, ഇപ്പോഴാ രാജു നീ എൻ്റെ പഴയ ചുണക്കുട്ടിയായ രാജുവായത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നീ താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ നിന്റെ തലയിൽ കയറുമെന്നും നിന്റെ തലയിൽ കയറാൻ വരുന്നവരോട് എങ്ങനെ മറുപടി പറയണമെന്നും ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. എനിക്കത് മതി എൻ്റെ രാജു. രോഹൻ്റെ അമ്മ ദീപക്കിനെ നോക്കി ചോദിക്കുക, ദീപക്ക് എന്താ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവരായിരുന്നത്? അവരെയും കൂടെ കൊണ്ടുവരായിരുന്നല്ലോ. അംബികയുടെ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ചുറ്റും നിൽക്കുന്നവരും നോക്കുന്നുണ്ട്. അംബിക ഒരു വിളറിയ ചിരിയോടെ പറയുക, കൊണ്ടുവരാനിരുന്നതാ, പക്ഷേ ഇറങ്ങാൻ നേരത്തെ കുഞ്ഞിനൊരു ചെറിയ പനിക്കോള്. അപ്പോൾ ഞാനാ പറഞ്ഞത് കൊണ്ടുവരണ്ടാന്ന്. ആ സമയത്ത് രാജുവും സാഗരാജനോട് അങ്ങോട്ട് വരുവാണ്. പ്രതാപൻ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് കഴിഞ്ഞോ? രാജു പറയാം, സംസാരിച്ച് സാറേ. ഫുൾ അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു സാറിന് ഡൗട്ട്. അതെല്ലാം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രതാപൻ പറയുക, സാഗരാജ വെറുതെ പറയുമല്ല, കണക്കിൽ പുലിയാണിവൻ. ഒരു ചെറിയ തെറ്റ് പോലും രാജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഉണ്ടാവാൻ രാജു ഒട്ട് സമ്മതിക്കത്തുമില്ല. കണക്കിൻ്റെ കാര്യത്തിൽ അത്ര കണിശക്കാരനാണ് ഇവൻ. അയ്യോ വർമ്മേ, എനിക്കത് മനസ്സിലായി. രോഹൻ്റെ അമ്മ ഋതിയോട് ചോദിക്കുക, മോക്ക് ഈ വീട് ഇഷ്ടമായോ? ഇഷ്ടമായില്ലെങ്കിൽ പറയണം, മോള് താമസിക്കേണ്ട വീടായത്. മോക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ തന്നെ ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് നല്ല പുത്തനൊരു വീട് ഞങ്ങൾ ഉടനെ വെക്കും. ആ വീട്ടിലോട്ടായിരിക്കും മോള് പിന്നെ വന്ന് കയറുന്നത്, അല്ലേ ചേട്ടാ? അത് കൊള്ളാം. അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? മോള് പറഞ്ഞാൽ ഇടം വലം നോക്കാതെ ഞങ്ങൾ ചെയ്തിരിക്കും. അതൊന്നും വേണ്ട എന്നിങ്ങനെ ഋതിയ പറയുന്നുണ്ട്. ഉടനെ സാഗരാജൻ പറഞ്ഞു, എടാ നീ ഇങ്ങനെ നിന്നാൽ മതിയോ? ഇനി പ്രത്യേകിച്ച് ആരും വരാനില്ല. വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞ് ഇനി പെട്ടെന്ന് ആഘോഷം തുടങ്ങാം. രോഹൻ്റെ കൂട്ടുകാരോട് അവൻ്റെ അച്ഛൻ പറയുന്നു, ഇടാ എൻ്റെ ഷെൽഫിൽ ഇവൻ ഇടാനുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി എടുത്തുകൊണ്ട് വന്ന് ഇവൻ ഇട്ട് കൊടുക്ക്. ഇവന്മാരെ കാണുമ്പോൾ ഇവന്മാരും എൻ്റെ മക്കൾ തന്നെയാണെന്നങ്ങ് തോന്നിപ്പോ. എന്ത് കാര്യം ഇവന്മാരോട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അവന്മാരത് ചെയ്തിരിക്കും. അത്രയ്ക്ക് സ്നേഹമുള്ളവരാ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം രാജുവിനും ഋതികയ്ക്കും മനസ്സിലായി. പക്ഷേ പാവം പ്രതാപന് ഇതൊന്നും അറിയുന്നില്ല. ഇന്നത്തെ കാലത്തെ ഇങ്ങനെയുള്ളവരെ കിട്ടാൻ ബുദ്ധിമുട്ടാ. പണം കൊടുത്താൽ കിട്ടുന്നതല്ലല്ലോ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ്. പണം കണ്ടു വരുന്നതാണെങ്കിലേ പിന്നാലെ ഏത് നിമിഷവും ഒരു കുത്തുകൂടെ പ്രതീക്ഷിക്കുക. അതേ അറിയാതെ ആട്ടം കാണുന്ന പോലാണ് പ്രതാപൻ ഈ പറഞ്ഞതൊക്കെ. അത് കേട്ടിട്ട് രോഹൻ്റെ അമ്മ അവരത്രക്കാരൊന്നും അല്ല. കേട്ടോ മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലേ പിന്നെ അവരും മോടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അല്ലാതെ ഈ പുഴുക്കുത്ത് പോലുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും വേണ്ട. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ മോൾ ഒഴിവാക്കണം. ഇതൊക്കെ രാജുവിനെ ഉദ്ദേശിച്ചാണ് അവൾ പറയുന്നത്.
മോനെ, അച്ഛൻ മോന് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് എങ്ങനെയുണ്ട്? മോന് ഇഷ്ടമായോ? പിന്നെ അത് പറയണോ അച്ഛാ? അച്ഛൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കില്ലേ? ഇവരുടെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് ഋതിക അവിടെ നിന്നങ്ങ് ഉരുവാണ്. സങ്കടത്തോടെ രാജുവിനെ നോക്കുവാണ്. രാജുവും മനസ്സിലാക്കുന്നുണ്ട് ഋതികയുടെ വിഷമം. രോഹനും ഫ്രണ്ട്സും കൂടെ അവൻ്റെ ഡ്രസ്സ് ഇടാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട് UK ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർ ടെറസിലോട്ട് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ദീപക് ഇങ്ങനെ ഒളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ബോയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇതിട്ടുകൊണ്ടാണല്ലോ നീ കേക്ക് കട്ട് ചെയ്യാൻ വരുന്നത് എന്നും പറഞ്ഞ് ദീപക് ആ ഡ്രസ്സ് എടുത്ത് വെച്ച് നോക്കുവാണ്. ദീപക്കിൻ്റെ അമ്മയും കൂടിയേ നിനക്കൊരു പണി തരാൻ പോവാ. നല്ല 8ൻ്റെ 1 പണി. അങ്ങനെ ദീപക് രോഹൻ ഇടാനുള്ള ആ ഷർട്ടിനകത്ത് എന്തോ ഒരു പൊടിയൊക്കെ അങ്ങോട്ട് വിതറുന്നുണ്ട്. നായ്ക്കരണ പൊടിയാണെന്ന് തോന്നുന്നു. ഇത് ഇട്ടോണ്ട് നീ അങ്ങോട്ട് വാടാ, ചൊറിഞ്ഞ് നിൻ്റെ ഊപ്പാട് വരുവടാ. നിനക്കെൻ്റെ പെണ്ണിനെ കെട്ടണം അല്ലേടാ? നിനക്ക് മുമ്പേ വന്നവന്മാരെയൊക്കെ കെട്ടിച്ചിട്ട് വന്നവനാടാ ഈ ദീപക്. അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഋതിക രാജുവിൻ്റെ കൈയും പൊടിച്ചോട്ട് അങ്ങോട്ട് ദൂരോട്ട് മാറിയെന്ന് പറയുന്നു. രാജു രോഹൻ്റെ അച്ഛനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. മേഡം അത് കേട്ടായിരുന്നല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല മേഡം. ഇതൊക്കെ എന്നെപ്പോലെ വലിയ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ സ്ഥിതിയാ. ഞങ്ങളുടെയൊക്കെ വിധി എന്താണെന്ന് മേഡത്തിന് അറിയാവോ? ജോലിക്ക് നിൽക്കുന്ന വീട്ടിലും ആ വീട്ടിൽ വരുന്ന ഗസ്റ്റിൻ്റെ ഇനി എങ്ങോട്ടെങ്കിലും പോയാലോ അവരുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കാനുള്ളതാണ് ഞങ്ങളുടെ വിധി. പക്ഷേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ മേഡം? എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? ഞാനൊരു പാവമായതുകൊണ്ടല്ലയോ എല്ലാവരും എൻ്റെ തലയിൽ കയറാൻ വരുന്നത്. ഇനി അത് വേണ്ട. ഞാൻ നിശബ്ദനായി പ്രതികരിക്കാതിരുന്നാലേ എന്നെപ്പോലെയുള്ള മറ്റുള്ളവരോടും പ്രതികരിക്കാനുള്ള അവരുടെ ഒരു ലൈസൻസായി അത് മാറും. അത് വേണ്ടാന്ന് തോന്നിയിട്ടാണ് ഞാൻ അയാളോട് തിരിച്ചു പറഞ്ഞത്. അത് നന്നായി രാജു. അല്ലെങ്കിലുവേ അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. എനിക്ക് അങ്ങനെയുള്ള രാജുവിനെയാണ് ഇഷ്ടം. ആരെയും ഭയമില്ലാതെ മുഖത്ത് നോക്കി കാര്യം പറയുന്ന രാജുവിനെയാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള ആ രാജു ആയിരുന്നു എൻ്റെ ഹീറോ. പക്ഷേ രാജു ഇപ്പോൾ ആകെ മാറിപ്പോയി മേഡം. അതേ എൻ്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ച് നോക്കാത്തത് കൊണ്ടാണ്. എന്നെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. അച്ഛൻ കുറ്റം പറയുന്നുണ്ട്, അമ്മ കുറ്റം പറയുന്നുണ്ട്, അളിയൻ പോലും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തിന്? എന്നെ ശരിക്കറിയാവുന്ന എല്ലാവരും ഞാൻ ചെയ്യുന്ന ശരിയല്ലെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രാജുവിനെന്താ ആണത്വമില്ലേ? രാജുവിനെന്താ നട്ടല്ലില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടെല്ലാവരോടും എൻ്റെ മാനസികാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല മേഡം. പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഞാൻ പ്രതികരിച്ചിരിക്കും. അതെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മാത്രമായിരിക്കത്തില്ല. അപ്പോൾ രോഹൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാജുവിൻ്റെ മേഡവും കൂടെ ഒരു അടക്കം പറച്ചിൽ? അയ്യോ, ഇത് അടക്കം പറച്ചിലിൻ്റെ രഹസ്യമൊന്നുമല്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വന്നാലും രാജുവിന് ഋതിക മേഡത്തിൻ്റെ പുറകിൽ നിന്ന് മാറാൻ സമയമില്ലല്ലേ? രാജു പറയുക, കണ്ടില്ലേ മേഡം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിശബ്ദനായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. എടാ, ഞങ്ങൾ നിന്നോടല്ലേ സംസാരിച്ചത്? അപ്പോൾ നീ ഞങ്ങളോടല്ലേടാ തിരിച്ച് സംസാരിക്കേണ്ടത്? പിന്നെ എന്തിനാടാ നീ ഋതിക മേഡത്തിനോട് സംസാരിക്കുന്നത്? ഒരുത്തൻ ചോദിക്കുന്നു, എന്താ ഋതിക ഇത്? നല്ലൊരു ദിവസമായിട്ട് രോഹൻ ബർത്ത്ഡേക്ക് അവിടെ ഋതികയെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ രാജുവായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയാണോ? ഞാൻ ആരോട് എവിടെ നിന്ന് സംസാരിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരാ? രാജു ഒരു കളിയാക്കലൂടെ പറയുവാണ്, മേഡം അങ്ങനെ പറയല്ലേ, രോഹൻ സാറിൻ്റെ ഫ്രണ്ട്സ് അല്ലേ ഇവർ. ഇതെന്തൊരു കഷ്ടമാടാ ഇത്. നിന്നോടെന്തെങ്കിലും ചോദിച്ചാൽ അവൾ ഉത്തരം പറയും, അവളോടെന്തെങ്കിലും ചോദിച്ചാൽ നീ ഉത്തരം പറയും. വേണ്ട, മേഡത്തിനെ അവളിവളെന്നൊക്കെ വിളിച്ച് സംസാരിച്ചല്ലേ എനിക്കിഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ രോഹൻ സാറിനും ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളുടെ രോഹനെക്കുറിച്ച് നീ പറഞ്ഞു വേണോടാ ഞങ്ങൾക്കറിയാൻ. ഞങ്ങൾ പറയുന്നതിനപ്പുറം അവൻ ഒരു കാര്യവും ചെയ്യത്തില്ല. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഒരു അതൃപ്തിയും അവൻ വെക്കാറുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, രോഹൻ്റെ ബർത്ത്ഡേ ഏതായാലും അലങ്കോലമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവനിപ്പോൾ നായക്കരണപ്പൊടിയിട്ട ഉടുപ്പിട്ടുകൊണ്ട് വന്ന് ചൊറിഞ്ഞ് അവിടെ മൊത്തം ചൊറിഞ്ഞൊരു കുളമാക്കും. ഇനി ഇതിൻ്റെ അടുത്ത റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.